ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിൽ ഒരു എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്ന് മാർക്കറ്റിൽ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എണീക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിഫ്റ്റിയിൽ. സോ 23,700 ആണ് ഇപ്പോൾ ATM ആയിട്ട് നിൽക്കുന്ന സ്ട്രൈക്ക്. സോ അത് നമുക്ക് ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. അതിൽ ബൈ കൊടുക്കാം. ക്വാണ്ടിറ്റി 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ ഓക്കെ. സോ ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ഒരു റെഡ് ക്യാൻഡലിൻ്റെ അണ്ടറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. ടാപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടെ ബൈ കൊടുത്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഇന്ന് എക്സ്പയറി ഡേ ആണ്. സോ പ്രീമിയം ഒക്കെ വളരെ കുറവാണ്. 52.8 നമുക്ക് എൻട്രി കിട്ടിയത്. 52.8 പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇന്ന് ഇപ്പം ജസ്റ്റ് മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ. വന്നപ്പോൾ തന്നെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിൻ്റെ ബേസിൽ 1 മിനിറ്റിൽ നോക്കിയിട്ട് എടുത്തൊരു എൻട്രിയാണ്. ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടാർഗറ്റ് 30 പോയിൻറ്റ്സ് ആവറേജ് കിട്ടുമെന്ന് വിചാരിക്കുക. ഡേ ഹൈ ഒക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 30 പോയിൻറ്റ്സ് കിട്ടേണ്ടതാണ്. പക്ഷേ ഡേ ഹൈൻ്റെ മുന്നേ വേറൊരു ചെറിയ ലിക്വിഡിറ്റി ഏരിയയും കൂടെ ഉണ്ട് നിഫ്റ്റിയിൽ. അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ. നമുക്ക് നോക്കി നോക്കാം. 2 ടാർഗറ്റ് ഉണ്ട്. അതിൽ പ്രീമിയത്തിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. സോ ഇതിലുള്ള ഡ്രോയിങ്സൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഡേ ഹൈ ആണ്. അത് 23,782.3 ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയ ലിക്വിഡിറ്റി ഏരിയയും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കി നോക്കാം. അന്നേരം മാർക്കറ്റ് അവിടെ എത്തുന്ന സമയത്ത് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ടാപ്പ് ചെയ്യുന്നത് അതിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ മാർക്കറ്റ് അവിടെ എത്തുന്നത് വരെ എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത്, ഡൈവർജൻസ് ഉണ്ടോ, മൊമെൻ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അതിനനുസരിച്ചിട്ട് ടാർഗറ്റിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ചെറിയൊരു ലോസിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ നിഫ്റ്റി അടിയിലേക്ക് പിന്നെ വന്നില്ല, പക്ഷേ പ്രീമിയം വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിൽ അടിയിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ മൊമെൻ്റ് കുറവാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇപ്പം നമ്മളെ P&L ഇപ്പോഴും ബ്രേക്ക് ഈവനിൽ തന്നെയാണ്. വലിയ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട്. സോ നിലവിലിപ്പോൾ പ്രീമിയത്തിൽ വലിയൊരു മൊമെൻ്റം ഫീൽ ചെയ്യുന്നില്ല. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 11 പോയിൻറ്റ് ടാർഗറ്റ്, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് 50 പോയിൻറ്റ്സ് ആണുള്ളത്. ഡേ ഹൈ വെക്കുകയാണെങ്കിൽ 78 പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഏത് ടാർഗറ്റായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ടാർഗറ്റ് ആയാലും ഓൾമോസ്റ്റ് 1:5 അടുത്തൊക്കെ കിട്ടാൻ മതിയും. എത്ര കിട്ടും എന്നുള്ള കറക്റ്റ് ആയില്ല, അത് പ്രീമിയം എത്തിക്കില്ല മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിലവിലെ മാർക്കറ്റിൻ്റെ നമ്മുടെ പ്രീമിയത്തിലുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ നേരത്തെ ഇവിടുന്ന് ഒരു ഒരു ചെറിയൊരു എൻട്രി ഉണ്ടായിരുന്നു. അവിടെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി ഒന്നും വന്നില്ല. അത് അങ്ങനെ തന്നെ കയറി പോവുകയും ചെയ്ത്. പക്ഷേ ആ ടൈമിൽ ഞാൻ മാർക്കറ്റിൽ ഇല്ലേനി. അവിടെ ടാപ്പ് ചെയ്ത സമയത്തൊക്കെ ഞാൻ ഇപ്പോൾ വന്നതിന് ശേഷമാണ് അവിടെ ടാപ്പ് ചെയ്ത് പോയതൊക്കെ കാണുന്നത്. വന്നിട്ടും കാര്യമില്ല, അവിടെ എന്തായാലും ട്രേഡ് എടുക്കാൻ മാത്രമുള്ള ഫോർമേഷനൊന്നും വന്നില്ല. ജസ്റ്റ് ടാപ്പ് ചെയ്ത് പോയിട്ടുള്ളൂ ലിക്വിഡിറ്റി. സോ ഇനി ഏതായാലും ബാക്കി അങ്ങോട്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ഇപ്പോൾ നിലവിലുള്ള ട്രേഡ് ടാർഗറ്റ് അടിക്കുക, സെൽ അടിക്കുക എന്താണെന്നുള്ളതൊക്കെ. മാർക്കറ്റ് ചെറിയൊരു കൺസോൾട്ടേഷൻ പോലെയാണെന്ന് ഫീൽ ചെയ്യുന്നത്. ടാർഗറ്റിലേക്ക് വരുമോ ഇല്ല എന്നുള്ള അറിയില്ല. ഒന്ന് താഴേക്ക് വന്ന് ഫസ്റ്റ് 50 മിനിറ്റിന് താഴെ ലോ എടുത്ത് പിന്നെ ഹൈ എടുത്ത് പിന്നെ ലോ എടുക്കാൻ വരുന്നത് അങ്ങനെ മേലേക്കും താഴേക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങുന്നതായിരിക്കും തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നിഫ്റ്റി നമ്മൾ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ടാർഗറ്റ് അടിക്കാൻ വരുന്നുണ്ട്. പ്രീമിയത്തിൽ ഇപ്പോൾ അത്യാവശ്യം മൊമെൻ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് വന്ന് അടിക്കുന്ന ഒരു ടാർഗറ്റ് ആയതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. ഈ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യാം.
മാർക്കറ്റ് ആദ്യം അത്യാവശ്യം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു മൊമെൻറ്റം തരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എക്സിറ്റ് ചെയ്യാം. ആ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 30 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, 30 പോയിൻറ്റ്സിന് കുറച്ച് കുറവായിരിക്കും തോന്നുന്നത്. കാരണം പ്രീമിയത്തിൽ ഒരു ലേശം കൂടെ കയറുണ്ടായിരുന്നു. ഓക്കെ, 10,000 റുപ്പീസാണ് നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ചെയ്ത് 10,052.25. സോ എൻട്രി എക്സിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 78.6ലാണ്, 78.55. ഓക്കെ, 78.6 എന്ന് പറയുമ്പം എത്ര പോയിൻ്റ് ഉണ്ടാവുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 78.556. ഓക്കെ, ഓൾമോസ്റ്റ് 25 പോയിൻറ്റ്സ് ആണ്. 1:5 തൊട്ടടുത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർഗറ്റ് അടിച്ചു, നമ്മൾ എക്സിറ്റ് ചെയ്തു. മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്ത് കൊടുത്തുനിന്ന് ആദ്യം കൺസോൾട്ടേറ്റ് ചെയ്ത് പ്രീമിയം തീരെ ഒരു മൊമെൻറ്റ് കാണിക്കാതെ പിന്നെ പെട്ടെന്ന് ഒരു മൊമെൻറ്റ് കാണിച്ചിട്ട് ടാർഗറ്റ് അടിച്ച്, അതുകൊണ്ടാണ് ഡേ ഹൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത്. അതല്ല നേരെ മറിച്ച് എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് പെട്ടെന്നൊരു മൊമെൻറ്റം കാണിച്ച് മേലെ വന്നിട്ട് ഈ ഒരു ഏരിയയിൻ്റെ തൊട്ടടുത്തേക്ക് നിന്നിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നിട്ടാണ് ടാർഗറ്റ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. പക്ഷേ ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. അതൊക്കെ മാർക്കറ്റിൽ കുറേ കാലം എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില പോയിൻറ്റ്സാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. ഈ രീതിയിൽ നിൽക്കുമ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണതാണ് നല്ലത്. അതേപോലെ മറ്റേ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്യണതാണ് നല്ലതെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ നേരെ തിരിച്ച് വന്നൊക്കെ വരും. ഇതിപ്പോൾ ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്താലും ചിലപ്പോൾ അത് മേലെ പോയിട്ട് ഇനിയും ഡേ ഹൈ എടുത്ത് നിന്നൊക്കെ വരും. അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഒരു ഹയർ പ്രോബബിലിറ്റി എപ്പോഴും നമുക്കുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഇന്നൊരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റ് ടാപ്പ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി നോക്കാൻ പറ്റുന്ന ഒരു ലെവലാണ്. പക്ഷേ ഡൗൺ സൈഡിലേക്ക് അത്രയും നല്ല പ്രോപ്പർ ഒരു എൻട്രി വരികയാണെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ നിന്ന് പിന്നെ എക്സ്പയറി ഡേയും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ തീറ്റ ഡീക്കൊക്കെ അടിച്ചിട്ട് ഒരൊറ്റ ക്യാൻഡിൽ ഒരു ചെറിയ സ്പൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ SL അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കി നോക്കാം, നല്ല എൻട്രി വരികയാണെങ്കിൽ മാത്രം എടുക്കുക. അതല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ താഴേക്ക് വന്നിട്ട് താഴെ ഏതെങ്കിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് എൻട്രി നോക്കി നോക്കാം. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് ഏതായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സമയം 11:45 ആയിട്ടുള്ളൂ. 11:45 ആകുമ്പോഴേക്ക് നമ്മൾ ആ ഫസ്റ്റ് ട്രേഡ് എടുത്ത് 10,000 റുപ്പീസ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും ഇന്ന് 11 മണിക്കൊക്കെ ശേഷമാണ് ഞാൻ മാർക്കറ്റിൽ വരുന്നത് തന്നെ. 11 മണിക്ക് ശേഷം വന്ന് നമ്മളെ എൻട്രി എന്ന് പറഞ്ഞത് 11:15, 11:16 എൻട്രി. എക്സിറ്റ് നോക്കുകയാണെങ്കിൽ 11:43. സോ ആകെ ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ള എൻട്രി. 11 മണി ഒക്കെ 11:10 ആകുമ്പോഴാണ് മാർക്കറ്റിൽ വരുന്നത്. അങ്ങനെ മാർക്കറ്റിൽ വന്ന് പെട്ടെന്ന് തന്നെ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഒരു എൻട്രി കണ്ട് അത് പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്ത് അത് അരമണിക്കൂർ കൊണ്ട് ടാർഗറ്റ് അടിക്കുകയും ചെയ്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പല ആളുകളും ചിലപ്പോൾ ചോദിക്കലുണ്ട്, ട്രേഡിങ് അടിപൊളിയാണല്ലോ, 10-11 മണിയാകുമ്പോൾ എണീറ്റാൽ മതി, എന്നിട്ട് മാർക്കറ്റിലേക്ക് വന്ന് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് എത്ര പ്രോഫിറ്റും കിട്ടി, അരമണിക്കൂർ കൊണ്ടൊക്കെ 16 ഉറുപ്പിക ഉണ്ടാക്കുകയും ചെയ്ത്, അങ്ങനെയാണെങ്കിൽ പിന്നെ തന്നെ ചെയ്താൽ പോലും ഇത് ഭയങ്കര അടിപൊളിയാണ്. ആ രീതിയിലേക്കാണ് പല ആൾക്കാരും കാണുക. അതേപോലെ ചില സമയത്ത് 5 മിനിറ്റ് കൊണ്ട് ടാർഗറ്റ് അടിക്കും, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടൊക്കെ ടാർഗറ്റ് അടിക്കും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ടൊക്കെ ടാർഗറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല സ്പൈക്ക് വരുന്ന സമയത്ത് 10,000 20,000 ഒക്കെ പ്രോഫിറ്റ് കിട്ടി വരും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് 20,000 എന്നുള്ള രീതിയിലായിരിക്കും പല ആൾക്കാരും അതിനെ കാണുക. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഒരിക്കലും മാർക്കറ്റിൽ വരരുത്. അത് ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടോ, ചില ദിവസമല്ല മിക്ക ദിവസങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു വരും. പക്ഷെ അതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു സൈഡും ഉണ്ട് ഇതിന്. ചിലപ്പോൾ രാവിലെ 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 3 മണി വരെ ഇതിലിരുന്നിട്ട് നമുക്ക് ഒറ്റ ട്രേഡും കിട്ടാത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ അത്രയും ടൈം നമ്മൾ വെറുതെ മാർക്കറ്റ് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. ഭയങ്കര ബോർ പരിപാടി, അത്ര എളുപ്പമൊന്നുമല്ല. അതേപോലെ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല എൻട്രി കിട്ടാതിരിക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാതെ വെയിറ്റ് ചെയ്ത് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അതേപോലെ തന്നെ രാവിലെ 9 മണി തൊട്ട് 3 മണി വരെ ചില മാർക്കറ്റ് നോക്കിയിരുന്നാൽ 2, 3, 4 ട്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ നേരത്തെ SL അടിച്ചിട്ടുണ്ടാവും. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 5 ട്രേഡൊക്കെ വരും, ആ 5 ചിലപ്പോൾ SL അടിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളും മാർക്കറ്റിലുണ്ടാവും. സോ അതൊക്കെ വേറൊരു സൈഡാണ് ഈ മാർക്കറ്റിൻ്റെ. അപ്പോൾ അതും കൂടെ താങ്ങാൻ കഴിയെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ താങ്ങാനും അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ലോസും അങ്ങനെയുള്ള ബോറിംഗ് ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് മറ്റൊരു സൈഡിൽ ഇതുപോലെയുള്ള പ്രോഫിറ്റ്സും വരും. അങ്ങനെ ലോസും പ്രോഫിറ്റ്സും വരുന്ന സമയത്ത് പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുക, ലോസ് മിനിമൈസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഓവറോൾ പ്രോഫിറ്റിൽ പോകാനും പറ്റും. അതേപോലെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരാളായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ട്രേഡിംഗ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ പ്രോഫിറ്റ് ഞാൻ കാണിച്ചു. ആ ദിവസം എനിക്ക് 15,000 രൂപ എങ്ങാനായിരുന്നു തോന്നുന്നു പ്രോഫിറ്റ്. അപ്പോൾ ആ പ്രോഫിറ്റ് കാണിച്ചു കൊടുത്ത സമയത്ത് മൂപ്പരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നൊരു ദിവസം 15,000, ഒരു മാസം 30 ദിവസം, 30 × 15,000 ഒരു 4.5 ലക്ഷം. 4.5 ലക്ഷം രൂപയൊക്കെ മാസം ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഒറ്റയടിക്ക് അയാളും കൂടി ചോദിച്ചൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ഇത് കാണിച്ചു കൊടുത്ത കണ്ട പാടെ കാണാത്ത മതി കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ്
15,000 ഒരു ദിവസം, 30 ദിവസം 4,50,000 ഒരു ഭയങ്കര സംഭവം. പക്ഷേ അത് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കുറച്ചെങ്കിലും അറിയുന്ന ആളാണെങ്കിൽ ശനി ഞായറെങ്കിലും ഒഴിവാക്കിയിട്ട് 30 ദിവസം കൂട്ടുമല്ലോ, ഒരു 20 ദിവസം വെച്ച് കൂട്ടിയേക്കും. എന്നാലും അത് ഒരിക്കലും ട്രേഡിങ് നടക്കാത്ത സംഭവമാണ്. ഒരു ദിവസം 10,000 കിട്ടി വെച്ചിട്ട് എല്ലാ ദിവസവും അങ്ങനെ കിട്ടില്ല. ട്രേഡിങ്ങിൽ ഒറ്റ ദിവസം നമുക്ക് സെയിം ലെവൽ ഓഫ് പ്രോഫിറ്റോ അല്ലെ സെയിം ലോസോ വരില്ല. അത് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പണ്ടൊക്കെ ഞാൻ ബ്രാക്കറ്റോട് എടുക്കുന്ന സമയത്ത് 30 പോയിൻറ്റ്സ് ഫിക്സഡ് ആയിട്ട് വെക്കേനി. അപ്പോൾ ഒരു ലോട്ടിൽ ഇപ്പോൾ അല്ലെ 2 ലോട്ട് എടുക്കുമ്പോൾ 4,500 പ്രോഫിറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ 4,500 ആയിരിക്കും ഉണ്ടാവും. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാനില്ല. അതല്ലാതെ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു ദിവസം മാർക്കറ്റ് ഒരേപോലെ ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഓരോ ദിവസവും ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ യുണീക്കാണ്. സെയിം ആയിട്ട് ഒരൊറ്റ ദിവസം ഉണ്ടാവില്ല. അതായത് മാർക്കറ്റിൽ ഏത് 2 ദിവസം എടുത്ത് നോക്കി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും എല്ലാ ദിവസവും. സോ അങ്ങനെയുള്ള അൺസർട്ടൻ ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അൺസർട്ടനിറ്റി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡിങ്ങിലേക്ക് വരാം. അതല്ലാതെ ഇങ്ങനെയുള്ള കുറച്ച് പ്രോഫിറ്റ്സ് മാത്രം കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് പെട്ടെന്ന് ട്രേഡിങ്ങിലേക്ക് ഒന്ന് വീണു വരുത്. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു എൻട്രി വരുമോ എന്നുള്ളത് നോക്കിയോ. ഇന്ന് ഇനി ട്രേഡ് ഉണ്ടാവും എന്നുള്ള അറിയില്ല. ഇന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ആണെങ്കിൽ ട്രേഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ 3 മണിക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതല്ല ഏതെങ്കിലും ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് പിന്നീട് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ല. നമ്മൾ രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. 10,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. അതിൻ്റെ ഡീറ്റെയിൽസ് 11:16 എടുത്ത് 11:45 എക്സിറ്റ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. വേറെ ട്രേഡ്സൊക്കെ നോക്കിയിരുന്നു. 11 ഇവിടുന്ന് എൻ്റെ അടുത്ത് ഇവിടെ എക്സിറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് താഴേക്കുള്ള എൻട്രി നോക്കി, പക്ഷേ അത് കിട്ടിയില്ല. അത് അത്യാവശ്യം നല്ല രീതിക്ക് വന്നു. ഇവിടെ എത്തുമ്പോൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും, ഈ ഒരു ഏരിയ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ. പക്ഷേ പ്രോപ്പർ എൻട്രി അവിടെ നിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഭയങ്കര കൺസോൾട്ടേറ്റിംഗ് ആണ് അതിന് മാർക്കറ്റ്. അതേപോലെ ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കും ഒരു എൻട്രി നോക്കിയിരുന്നു, പക്ഷേ അതും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം വേറെ ലിക്വിഡിറ്റി ഏരിയസ് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കുക എൻട്രി തരികയൊന്നും ചെയ്തില്ല. ഓക്കെ, സോ ഇന്ന് ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ട്രേഡിൻ്റെ എൻട്രി പോയിന്റ് നോക്കുകയാണെങ്കിൽ 11:16 ആ 11:16 ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് 11:16 ക്യാൻഡിൽ. സോ എൻട്രി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലൻ എൻട്രി ആയിരുന്നു ഇന്നത്തെ എൻട്രി. ഈ ഒരു ടിപ്പസ്റ്റ് ക്യാൻഡിൽ 11:16 ഈ ഒരു ടിപ്പസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തത്. എക്സിറ്റ് ഈ ഒരു റേഞ്ചിലെത്തിയപ്പോഴാണ് ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ചെറിയ പോയിൻ്റ് എസ് എൽ ഉണ്ട്, ആകെ 6 പോയിൻ്റ് എസ് എൽ ഉണ്ട് അതിനുള്ളൂ. 6 പോയിൻ്റ് പറഞ്ഞാൽ പ്രീമിയത്തിലാണ്, ഇതിൽ 6 പോയിൻ്റ് അല്ല. ഓക്കെ, സോ നല്ല കിടിലൻ എൻട്രി ആയിരുന്നു, നല്ല ടിപ്പ് നിന്ന് ഇട്ട് എൻട്രി ആയിരുന്നു. അത് പിന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ എക്സിറ്റ് ആയതിനു ശേഷം കുറച്ചും കൂടെ മേലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ മേലേക്ക് പോയതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒന്നെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് ഉള്ളത് ഡേ ഹൈ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഡേ ഹൈ അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ ഡേ ഹൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് അടിക്കാതെ താഴെ വന്ന് എസ് എൽ അടിക്കുമായിരുന്നു. സോ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ പെർഫെക്റ്റ് ആയിരുന്നു അവിടെ ടാർഗറ്റ് വെച്ചത്. അവിടെ എത്തിയപ്പോൾ എക്സിറ്റ് ആയതും വളരെ നന്നായി. സോ അത് ഇവിടെയുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തത്. 2 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. 2 ടാർഗറ്റ് ഉണ്ട്. മാർക്കറ്റിൻ്റെ മൊമെൻറ്റം നോക്കിയിട്ടായിരിക്കും എക്സിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അത് നോക്കിയിട്ടാണ് എക്സിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡേ ഹൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ആ ടാർഗറ്റ് പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യാനും പറ്റി. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.